ചിക്കനും മീനും ബീഫൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചത്. അപ്പോൾ നല്ല അടിപൊളി കിടിലൻ സോയാബീൻ ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളെല്ലാം ഒന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഫുഡ് കളറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള സോയാബീൻ നല്ലപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ സോയാബീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ല പൊരിച്ചിട്ട് പോരാവുന്നതാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾ